ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ മീഷോയിൽ നിന്ന് ഈ കാണുന്ന പോട്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ ഞാൻ എന്തൊക്കെ നട്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ വാ നമുക്ക് നേരെ പോയി നോക്കിയിട്ടെന്നാലോ. അപ്പോൾ നമ്മുടെ മുറ്റത്തൂടെ ഇപ്പോൾ നടക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നടന്നില്ലെങ്കിൽ നടുന്തിൽ എവിടെയെങ്കിലും കിടക്കൂട്ടോ, ഉറപ്പാണേ. അത്രയും പായലുണ്ടേ. അപ്പം ഞാൻ വാങ്ങിയ പോട്ട്സും പിന്നെ കുറച്ച് 2 പോട്ട്സ് അല്ലാത്തതും കൂടി ഞാൻ ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കോട്ടെ. എനിക്കെന്താണെന്നറിയില്ല, ഈ പോട്ട്സ് കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയും ക്യൂട്ടാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് ഇതിനെക്കാട്ടിയും വലിപ്പം കുറഞ്ഞ പോട്ട്സാണ്. റിവ്യൂ ഒക്കെ നോക്കിയിട്ടാകുമ്പം വലിപ്പം കുറവെന്നൊക്കെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കാട്ടിയും ചെറിയ പോട്ടാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കൈ കിട്ടിയപ്പോഴാണ് വിചാരിച്ചു നല്ല അടിപൊളി കളറും നല്ല പോട്ട്സ് നല്ല ക്വാളിറ്റി എല്ലാം കൊണ്ടും ലക്കായിട്ട് എനിക്ക് കിട്ടിയതാട്ടോ ഈ സാധനം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോട്ടിൽ, ഈ ബ്ലൂ പോട്ടിൽ ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ ടേർട്ടിൽ വൈൻ്റെ പിന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു പിങ്ക് ലേഡി എന്നൊക്കെ പറയാം, അതാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ കാണിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സൺലൈറ്റ് അത്യാവശ്യം കിട്ടും, എന്നാലും ഒരുപാട് വെയിലത്തും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോട്ടിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഈ മോണ്ടോഗ്രാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനും ഒരുപാട് സൺലൈറ്റ് വേണ്ട, എന്നാൽ പിന്നെ ഷെയ്ഡിൽ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്, അതുകൊണ്ടാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ ഒന്ന്. അപ്പോൾ അടുത്ത് നമ്മുടെ ഈ കാണുന്ന പിങ്കിൽ ഞാൻ വെച്ചിട്ടുള്ളത് പിങ്ക് കളറിൽ തന്നെയുള്ളൊരു ചെടിയാണ് നമ്മുടെ ബിഗോണിയ. അപ്പോൾ ബിഗോണിയ എനിക്ക് കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ ഇതിൽ വെച്ചാട്ടോ, വെച്ചെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വിചാരിച്ചത് പോട്ടിനും ചെടിക്കും ഒരേ കളറ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതും. പിന്നെ ഈ കാണുന്ന നമ്മുടെ ബ്ലൂവിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ ചെറിയ കുഞ്ഞൻ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം അതിൽ ഞാൻ ചരൽ നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചരൽ നിരത്തിൽ എൻ്റെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. അപ്പം ഇതിലും ഞാൻ ചരലൊക്കെ നിരത്തി സെറ്റാക്കി നമ്മുടെ സ്പൈഡർ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് പോട്ടിലും ഞാൻ ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലും കുറച്ച് ചരലൊക്കെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. അപ്പം നമ്മുടെ അടുത്ത ഈ പോട്ട് ഇത് രണ്ടും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പോട്ടാട്ടോ. എൻ്റെ ഒരു അപാരതയാണ് ഈ കാണുന്നത്, സ്വന്തമായി പോട്ടുണ്ടാക്കിയ ഒരു അപാരത. അപ്പം അതിൽ ഓൾറെഡി ആ പായലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടിട്ടാകുമ്പോൾ കഴുകി കളയാൻ തോന്നിയില്ല. അങ്ങനെ തന്നെ ഇരുന്നാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും, നാച്ചുറൽ ലുക്ക് എന്ന് വിചാരിച്ച് അത് അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമില്ലേ ഈ പായലും പിന്നെ ആ ചരളും പിന്നെ നമ്മുടെ കലേഡിയും കൂടി നിൽക്കുമ്പം അടിപൊളിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 പോട്ടിലും ഞാൻ കലേഡിയം വെച്ചിട്ടില്ല. അപ്പോൾ ഒരു കലേഡിയം എനിക്ക് കിട്ടിയ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ കിട്ടിയ സ്ഥലത്ത് തന്നെ കേട്ടോ നമുക്ക് ഈ കലേഡിയം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ സിറ്റ് ഔട്ടിൽ ഇപ്പം ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക്, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണേ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.